ഇന്ന് രാവിലത്തെ പണികളൊക്കെ ഒതുക്കിയതിന് ശേഷം ഞാൻ ഈ കയറി പോണത് നമ്മുടെ ടെറസിന്റെ മുകളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്ടോ. നമ്മുടെ പറമ്പിന്റെ തൊട്ടടുത്ത് ഒരു അയഞ്ഞിമരം നിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് ഇല വീഴുന്നത് നമ്മുടെ ടെറസിന്റെ മുകളിലേക്കാണ്. ഇത് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് തന്നെ കേട്ടോ ഇരട്ടിപ്പണി. ഇപ്പൊ മഴക്കാലം കൂടി ആയ കാരണേ ഇപ്പൊ വെള്ളം പോകാൻ പറ്റാത്ത രീതിയിൽ അത് ബ്ലോക്കായി നിൽക്കും. അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ക്ലീൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും ഇത്രയ്ക്കും വേസ്റ്റ് ആയി. ഇനിയിപ്പോ അത് ക്ലീൻ ചെയ്യും. അതിന്റെ ഇടയിൽ നല്ല മഴക്കാരും ഉണ്ട് കേട്ടോ. പാറും ഉണ്ണിക്കുട്ടനും കാണാണ്ടാണ് ഞാൻ മുകളിലേക്ക് കയറി വന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അവരും കൂടി കയറി വരും. മഴ പെയ്ത് കിടക്കണ കാരണം ചെറിയ വഴുക്കലും ഉണ്ട്. അവരെന്നെ താഴെ അന്വേഷിക്കുമ്പോഴേക്കും എൻ്റെ പണികൾ കഴിക്കണം കേട്ടോ എനിക്ക്. അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഇങ്ങോട്ട് കയറി വരും. അപ്പം എൻ്റെ പണിയും നടക്കില്ല. അവരഞ്ചാ ഓടിക്കളിക്കാനും തുടങ്ങും. വഴുക്കുള്ള കാരണം എനിക്ക് നല്ല പേടിയുണ്ട്. ഞാൻ തന്നെ മെല്ലെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ. ഇന്നൊരു മഴ ദിവസം കേട്ടോ. രാവിലെ മുതൽ നല്ല മഴയാണ്. അപ്പം മഴ ഒന്ന് തോർന്നപ്പോഴാണ് ഞാനൊന്ന് മുകളിൽ കയറി നോക്കിയത്. അപ്പോഴാണ് ഈ വേസ്റ്റ് ഒക്കെ കണ്ടത്. അപ്പൊ കൈയോട് കൂടി അങ്ങോട്ട് വൃത്തിയാക്കാന്ന് ഞാൻ വിചാരിച്ചു. ഇനി അവര് വരണേറ്റ് മുമ്പ് വേണം ഇതൊക്കെ കഴിക്കണം എന്നുള്ളതാണ് എനിക്കൊരു ടാസ്ക് ഉള്ള പണി ട്ടോ. അവർക്ക് ഞാൻ ചായ കുടിക്കാൻ കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. രണ്ടാളും TV കണ്ടുകൊണ്ടാണ് ചായ കുടിക്കുന്നത്. അപ്പൊ കുറച്ചു നേരം അതും കണ്ട് ചായയും കുടിച്ച് ഇരുന്നോളും. അങ്ങനെ ഒരു സൈഡിലത്തെ വൃത്തിയാക്കൽ കഴിഞ്ഞിട്ടോ. ഇത് ഞാനേ മുമ്പ് കൊണ്ടിട്ട ചൂലാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിപ്പോ നാശമായി, മഴ കൊണ്ട് നാശമായി. അപ്പൊ അത് ഒന്ന് താഴത്തേക്ക് എടുത്തിട്ടതാണ്. നല്ല മഴക്കാര് വെച്ചിട്ടുണ്ട് ട്ടോ. ഞാനിത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും മഴ പെയ്യുന്ന തോന്നണത്. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിനെ കണ്ടപ്പോൾ ഞാനൊന്ന് സംസാരിക്കാൻ നിന്നതാ ട്ടോ. എന്തോരം പണിയുള്ള ഞാനന്ന് നിന്ന് സംസാരിക്കാൻ. അങ്ങനെ ആ ചേച്ചി പോയതിന് ശേഷം ഞാൻ എൻ്റെ പണികൾ തുടർന്നിട്ടോ. ഇനി അപ്പുറത്തെ സൈഡും കൂടി എനിക്ക് ക്ലീൻ ചെയ്യാണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ. പിള്ളേര് അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങോട്ട് കയറി വന്നിട്ടൊന്നുമില്ല കേട്ടോ. ഞാനിത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മഴ വന്നു ട്ടോ. ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, കയറി നിൽക്കുക അല്ലാണ്ട് വേറെ രക്ഷയൊന്നുമില്ല. മഴ കൊണ്ട് ക്ലീൻ ചെയ്തിട്ട് വല്ല പനി പിടിച്ചു കഴിഞ്ഞാൽ വേറെ ആരും ഇല്ല നോക്കാൻ. ഞാൻ തന്നെ കഷ്ടപ്പെടും. അപ്പോൾ മഴ പെയ്യണ സൗണ്ട് കേട്ടിട്ടാണ് തോന്നുന്നത് പാറു മോളിലേക്ക് കയറി വന്നു ട്ടോ. ഇനി ഞാൻ മഴ കൊണ്ടിട്ടില്ല, മഴ ഒന്ന് നനയട്ടെ എന്ന് പറഞ്ഞു കുറച്ച് നേരം നിന്നു. അപ്പോൾ എൻ്റെ നല്ല ചീത്ത കേട്ടപ്പോൾ ആള് വേഗം പോയി. അങ്ങനെ മഴ തോർന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ പണി ആരംഭിച്ചു ട്ടോ. ഇനി വേഗം വൃത്തിയാക്കി താഴത്തേക്ക് പോകണം, അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ണിക്കുട്ടനും കൂടി കയറി വരും. ഇനി ഈ സൈഡൊന്ന് ക്ലീൻ ചെയ്യാണ്ട് കേട്ടോ. നമ്മുടെ കൂട്ടിയേൻ്റെ മുകളിൽ അടിച്ചിട്ടുള്ള ഷീറ്റാണത്. അന്ന് ഞാൻ താഴത്തേക്ക് അത് ഇറക്കി വെച്ചില്ല. ഇപ്പൊ അത് മഴ കൊണ്ട് ആകെ നാശമായി. ബാക്കി വന്ന പീസാട്ടോ. ഇനി അതൊന്ന് താഴത്തേക്ക് ഇറക്കി വെക്കണം. അങ്ങനെ ഈ പണിയും കൂടിയും കഴിഞ്ഞ് എൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു ട്ടോ. ഇനിയിപ്പോ ബ്ലോക്ക് ഒന്നുമില്ല, രണ്ട് സൈഡും വൃത്തിയായിട്ടുണ്ട്. ഇപ്പൊ ചവറൊക്കെ മാറ്റിയ കാരണം മഴ പെയ്താലും വെള്ളം നല്ല സുഖമായിട്ട് പൊക്കോളും. ഇപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ അതും കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ. നമ്മളെ കോട്ടിയാടിന്റെ മുകളിലും ഉണ്ട് അത്യാവശ്യം വേസ്റ്റ്. അപ്പൊ അതൊന്ന് താഴത്തേക്ക് അടിച്ചിടണം. അധികമൊന്നും ഇല്ല, പക്ഷെ നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം അതൊന്ന് താഴത്തേക്ക് അടിച്ചിടേണ്ടത്. അപ്പൊ അതിന്റെ ഇടയിൽ വീണ്ടും പാറു വന്നു. അവൾക്കും താഴത്തേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഉണ്ണിക്കുട്ടൻ വരാത്ത എന്നെ വലിയ ഭാഗ്യം ഉണ്ടാവും. ഇതാണ് പ്രശ്നം. നമ്മൾ മുകളിൽ കയറി കഴിഞ്ഞാൽ അവര് കയറി വരും. ഇപ്പൊ മഴ പെയ്യണോണ്ടാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല. എല്ലാ ഭാഗവും നമ്മൾ കെട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇത് വഴുക്കലുള്ള കാരണം എങ്ങാനും വീണാലോ എന്നുള്ള പേടിയാണ്. ഞാൻ തന്നെ ഒരു തരം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ അടിച്ചിടുന്നത്. കോട്ടിയോടൊക്കെ കാണാനൊക്കെ ഭംഗിയാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ പിന്നെ അതിന്റെ ഭംഗിയും പോവും, വൃത്തിയില്ലാണ്ടാവും. അങ്ങനെ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്തിട്ട് ഇനി ഞാൻ താഴത്തേക്ക് പോവാണ്. ഭാഗ്യത്തിന് ഉണ്ണിക്കുട്ടൻ മുകളിലേക്ക് വന്നില്ല. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.